കൊല്ലം ഇളമ്പള്ളൂരിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്ന് മോഷ്ടിച്ചു. ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന മരുന്നാണ് മോഷ്ടിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ ഓഫീസർ പോലീസിന് പരാതി ഇമെയിലായി അയച്ചിട്ടുണ്ട്. മൊഴി നൽകാൻ ആശുപത്രി അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഫാർമസിയിലും നഴ്സിംഗ് സ്റ്റേഷനിലും വെച്ചിരുന്ന മരുന്നുകളാണ് മോഷണം പോയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. പൂട്ട് പൊളിക്കാതെ അകത്ത് കയറിയാണ് മോഷ്ടാക്കൾ മരുന്നെടുത്തത്. ലഹരി സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സംശയം. കുണ്ടറ പോലീസ് പ്രാഥമിക തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ദിലീപ്, കൊല്ലം ഇളമ്പള്ളൂരിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ബോധം ത്താനുള്ള മരുന്നാണ് എടുത്തത്. ദിലീപിന് അതിൽ പങ്കൊന്നുമില്ലല്ലോ അല്ലേ? ആരാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്? സുജിയ, ഇപ്പോൾ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളമ്പള്ളൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ്. ഇവിടെയാണ് ഫാർമസിയിലും അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റേഷനിലും സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ മോഷണം പോയത്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം 8 ആംബ്യൂൾ മരുന്നാണ് മോഷണം, അതായത് ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. പക്ഷേ പോലീസ് ഈ മെഡിക്കൽ ഓഫീസറുടെ പരാതി മെയിലായി ലഭിച്ചപ്പോൾ പോലീസ് ഇവിടെ എത്തുകയും തുടർന്ന് ഇവിടുത്തെ മെഡിക്കൽ ഷീട്ടുകൾ പരിശോധിച്ചപ്പോൾ, സ്റ്റോക്ക് എല്ലാം പരിശോധിച്ചപ്പോൾ 11 ആംപ്യൂൾ മരുന്നുകൾ മോഷണം പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് ഈ ഹെൽത്ത് സെൻ്ററിൽ അല്ലെങ്കിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പൂട്ടൊന്നും പൊളിക്കാതെ അകത്ത് കയറിയ ഒരാളാണ് എടുത്തിരിക്കുന്നത്. ഇത് ആരാണ് എടുത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ ഇവിടെ നിന്ന് ആർക്കും തന്നെ ഒരു വ്യക്തമായിട്ട് വിവരമില്ല. മരുന്ന് ഇത്തരത്തിൽ ആർക്കും കൊടുക്കുകയും ചെയ്തില്ല. ഇതിലൊരു ദുരൂഹതയുണ്ട്. മാത്രമല്ല പോലീസ് കൃത്യമായിട്ട് ഈ അധികൃതരോട് പറഞ്ഞു വന്നിട്ടൊരു മൊഴി നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സമയം അത്രയും കുണ്ടറ പോലീസിലേക്ക് ഇവരാരും എത്തിയിട്ട് ഒരു മൊഴി നൽകുകയും ചെയ്തിട്ടില്ല. അവർ സംശയിക്കുന്നത്, പോലീസ് സംശയിക്കുന്നത് ആശുപത്രിയിൽ ആർക്കെങ്കിലും ഇതിന്റെ ദിലീപ്, ഞാൻ ഇടപെടുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത് നിരീക്ഷിക്കൂ ഇപ്പോൾ.